എനിക്കൊരൊറ്റ കാര്യം അറിഞ്ഞാൽ മതി. ആരുടെ ഹാർട്ടാണ് ശിവന് വെച്ചിരിക്കുന്നത്? എനിക്കതിനെക്കുറിച്ച് കൂടുതലൊന്നും അറിയില്ല. ശരി, ഡോക്ടർ പറയുന്നില്ലെങ്കിൽ പറയണ്ട. എനിക്കെന്റെ വഴി നോക്കാലോ. ഇപ്പോഴത്തെ ഈ വീടിന്റെ അവസ്ഥ വെച്ചാണെങ്കിൽ ആ തള്ള തട്ടിപ്പോവാനും സാധ്യതയുണ്ട്. ചുമ്മാ താവരുമാരി പേടിപ്പിക്കില്ലേ? എന്റെ ചക്കര വണ്ടി ഓടിച്ചിരുന്നേ. തന്റെ കരുതാക്കൊച്ചൊന്ന് പറയാടോ. ഭാമേ, നീ അവനെ വിളിച്ചു നോക്ക്. എന്താ സംഭവിച്ചത് നമുക്ക് അറിയണമല്ലോ. ഒന്ന് വിളിച്ചു നോക്ക്. ദേ, നീ എന്റെ യൂണിഫോമിൽ മൂത്രം ഒഴിച്ചോണ്ടാ എനിക്ക് പരീക്ഷ എഴുതാൻ പറ്റാഞ്ഞത്. അത് കാരണം ഈ പപ്പിക്കും പറ്റിയില്ല. ഞങ്ങൾ എങ്ങാനും തോറ്റുപോയാ കുഞ്ഞാവ അതിന് കാരണം. ദേ പപ്പി അവള് ചിരിക്കുന്നു. നീ ഒരു പിണ്ണാക്കം പറയണ്ടേ? ആ സ്ത്രീക്കും കുടുംബത്തിനും 6 മാസം കഴിയാനുള്ള കാശ് നീ കൊടുക്കണം. അതിന് ആ സ്ത്രീക്കൊന്നും പറ്റിയിട്ടില്ലല്ലോ. വീണപ്പോ നെറ്റിയും കൈമുട്ടും ഒന്ന് പൊട്ടി. അതിന് മരുന്ന് വെച്ച് കെട്ടിയിട്ടുണ്ട്. നീ പറയുന്നതങ്ങ് കേട്ടാ മതി. ഇങ്ങോട്ടൊന്നും എഴുന്നള്ളിക്കാൻ നിൽക്കണ്ട. ചുമ്മാ പണവും തരാൻ പറ്റില്ല. അതിന് വേറെ ആളെ നോക്ക്. പോയാലോ? എന്താ എന്താ ഇവിടെ പ്രശ്നം? സാറേ, ഇയാളുടെ വണ്ടി നമ്മുടെ ഒരു പ്രായമായ സ്ത്രീയുടെ ദേഹത്ത് കെട്ടി. നഷ്ടപരിഹാരം തന്നേ പറ്റൂ. ഇതെന്റെ മകനാ. ഇവൻ കാരണം എന്ത് നഷ്ടം വന്നാലും ഞാൻ അതങ്ങ് പരിഹരിച്ചേക്കാം. അങ്ങനെ എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. ഞങ്ങളുടെ ലീഡർ വരട്ടെ, അതിനുശേഷം തീരുമാനിക്കാം. ശരി, സമ്മതിച്ചു. ലീഡർ എങ്കിൽ ലീഡർ. ആര് വന്നാലും എന്തിനും ഒരു മര്യാദയൊക്കെ ഉണ്ടാവുമല്ലോ. സാറേ, ഞങ്ങളെപ്പോലെ ക്ഷമയുള്ള ആളാണെന്ന് വിചാരിക്കല്ലേ. ചിലപ്പോ പറച്ചിലൊന്നും ഉണ്ടായെന്ന് വരില്ല. ഓ, ആ പറഞ്ഞു തരുന്നില്ല, ആളെത്തിയല്ലോ. ലീഡറെ, ദേ എവനാണ് പ്രശ്നക്കാരൻ. കൊണ്ടുവന്ന് ഇടിച്ചതും പോരാഞ്ഞിട്ട്. അയ്യോ, സാറിന്റെ കേസായിരുന്നു ഇത്. അതെ ശിശുപാല, ഇവന് ചെറിയൊരു അബദ്ധം പറ്റിയതാ. ഇത് നമ്മുടെ സ്വന്തം ആളാ. ഇത് ഞാൻ പറഞ്ഞ് ഡീലാക്കിക്കോളാം. സാറിങ് വന്നേ. ആക്സിഡന്റ് പറ്റിയ സ്ത്രീയെ എവിടെയാ കിടത്തിയിരിക്കുന്നത്? വാർഡില്ല. ഓക്കെ. കളക്ടറൊക്കെ സ്ഥലത്തെത്തിയിരിക്കുക. അപ്പൊ ചെറിയ പാർട്ടിയൊന്നും അല്ല. അതെ. എപ്പോ വീട്ടിൽ പോവാന്നാ ഡോക്ടർ പറഞ്ഞേ? ഒന്നും പറഞ്ഞിട്ടില്ല. ഞാനിവിടുത്തെ കളക്ടർ. എന്താ ശരിക്കും സംഭവിച്ചേ? എന്റെ കുഴപ്പം കൊണ്ടാ സാറേ അപകടം സംഭവിച്ചത്. ഞാൻ അശ്രദ്ധയോടെ റോഡ് മുറിച്ച് കടന്നതുകൊണ്ടാ വണ്ടി വന്നിടിച്ചത്. ഈ മോന്റെ കയ്യില് ഒരു തെറ്റുമില്ല. നിനക്ക് മുൻപ് നെഞ്ചുവേദന വന്നിട്ട് ഓപ്പറേഷൻ ചെയ്ത കാര്യമൊക്കെ അറിയാമല്ലോ. നിന്നോടുള്ള സ്നേഹ കൂടുതലുകൊണ്ടൊന്നുമല്ല ഞാൻ ഈ ഓടിപ്പടച്ച് വന്നത്. എന്റെ മകള് നിന്റെ സംരക്ഷണയിലാണല്ലോ എന്ന് ഓർത്തിട്ടാ. നീ കുഴപ്പം വല്ലതും ഉണ്ടാക്കിയ അവൾ അനാഥയാകാൻ പാടില്ലല്ലോ. മഹേന്ദ്ര സാറേ, എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്.
ഇപ്പൊ എങ്ങനെയുണ്ടമ്മേ? കുഴപ്പമൊന്നുമില്ല മോനെ. ശിവന്റെ കാര്യത്തിൽ നല്ല ശ്രദ്ധ വേണമെന്ന് ഞാൻ മഹേന്ദ്ര സാറോട് പറഞ്ഞതല്ലേ? അവന്റെ ശരീരത്തിരിക്കുന്നത് മറ്റൊരാളുടെ ഹൃദയമാ. എനിക്ക് പറയാനല്ലേ പറ്റൂ ഡോക്ടറെ. അവൻ കൊച്ചു കുട്ടിയൊന്നും അല്ലല്ലോ. എനിക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞാൻ ചെയ്തു കഴിഞ്ഞു. ബാക്കിയൊക്കെ വിധി പോലെ വരട്ടെ. ആ ഡോക്ടറെ, ഒരു മിനിറ്റ്. ഹലോ. അപ്പൊ ശിവനിലിരിക്കുന്നത് മറ്റാരുടെയോ ഹാർട്ടാണ്. അതാരുടേതായിരിക്കും? ശിവന്റെ ഹാർട്ട് മാറ്റിവെച്ചതാണോ? ഏത് ശിവൻ? മഹേന്ദ്രന്റെ മകൻ ശിവന്റെ ഹാർട്ട് മാറ്റിവെച്ചതാണോന്ന് എനിക്കറിയില്ല. ഞാൻ കളക്ടറാണ്. അതറിയാം മാഡം. മാഡം ആരാണെങ്കിലും ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ഒരു എത്തിക്സ് ഉണ്ട്. അത് മറന്ന് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. മഹേന്ദ്രനോട് നിങ്ങൾ പറയുന്നത് ഞാൻ കേട്ടതാ. എനിക്കൊരൊറ്റ കാര്യം അറിഞ്ഞാൽ മതി. ആരുടെ ഹാർട്ടാണ് ശിവന് വെച്ചിരിക്കുന്നത്? എനിക്കതിനെക്കുറിച്ച് കൂടുതലൊന്നും അറിയില്ല. ശരി, ഡോക്ടർ പറയുന്നില്ലെങ്കിൽ പറയണ്ട. എനിക്കെന്റെ വഴി നോക്കാലോ. രേഷ്മ എടുക്കുന്നില്ലല്ലോ. മെസ്സേജ് അയക്കാം. പേടിക്കണ്ട, എന്ത് സഹായത്തിനും ഞാനുണ്ടാവും. ഇവിടുന്ന് ഡിസ്ചാർജ് ആയി പോയാലും എന്നെ വിളിച്ചാൽ മതി. അല്ല, അമ്മയുടെ ഫോൺ നമ്പർ ഉണ്ടല്ലോ അല്ലേ? ആ അതെ മോനെ.